പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവമക്കളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിൽ സൗഖ്യത്തോടെയും ക്ഷേമത്തോടെയും ആയിരിക്കുന്നതെന്ന് ഞാൻ കരുതട്ടെ. ദൈവത്തിലെ ഒരിക്കലും ദൈവം നമ്മെ ഏകരായി വിട്ടേച്ചു പോകത്തില്ല. നാം എന്ന് നമ്മുടെ കർത്താവിനെ നമ്മുടെ പിതാവായി, നമ്മുടെ രക്ഷകനായി, നമ്മുടെ വീണ്ടെടുപ്പുകാരനായി നാം അക്സെപ്റ്റ് ചെയ്തോ, ആ നിമിഷം മുതൽ അവൻ്റെ കരുതൽ നമ്മുടെ മേലുണ്ട്. അവൻ നമുക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുക. ആ പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുക. ആ പരിശുദ്ധാത്മാവ് ഒരിക്കലും നമ്മെ ഇട്ടിട്ട് പോകത്തില്ല. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് 1 കൊരിന്ത്യർ 3-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം. 1 കൊരിന്ത്യൻസ് ചാപ്റ്റർ 3 വേഴ്സ് 16. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ എല്ലാ വിഷയത്തിനും നമുക്ക് ഉത്തരം കിട്ടിയെന്നിരിക്കത്തില്ല. പക്ഷേ അവൻ നമുക്ക് സ്നേഹവും സന്തോഷവും ആനന്ദവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ഇന്ദ്രിയജയവും കൂടാതെ ഒത്തിരി എണ്ണമില്ലാതുള്ള മറ്റ് ഗിഫ്റ്റ്സ് അതും നമുക്കവൻ തരും. യേശുക്രിസ്തുവിൽ കൂടി ഇതെല്ലാം പ്രാപിപ്പാൻ നമുക്ക് കഴിയും. തന്നെയുമല്ല, നമ്മുടെ മനസ്സിലെ ഏതെല്ലാം ചോദ്യങ്ങൾ ഉയർന്നു വരുന്നോ അതിനൊക്കെ ഉത്തരം തരാൻ കഴിയാത്ത പോകുന്ന പുസ്തകമല്ല ബൈബിൾ. ദൈവം നമുക്ക് ഉത്തരം തരും. നമുക്ക് ഫ്രീ ആയിട്ട് എല്ലാ ഗിഫ്റ്റ്സും ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാര്യം ഞാൻ പറയാം, ആത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. എന്നാൽ ആവശ്യമുള്ളത് നാം ദൈവത്തോട് ചോദിച്ച് മേടിച്ച് ധന്യമായൊരു ജീവിതം നയിപ്പാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വളരെ ഉത്തമമാണ്. 1 രാജാക്കന്മാർ 19-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. 1 Kings chapter 19 11 and 12 verses. നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്ക എന്ന് അവൻ കൽപ്പിച്ചു. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ളൊരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിൻ്റെ ശേഷം ഒരു ഭൂകമ്പം ഉണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിൻ്റെ ശേഷം ഒരു തീ. തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദുസ്വരം ഉണ്ടായി. നമുക്കെല്ലാം അറിയാവുന്ന വേദഭാഗ്യമാണ്. ഞാൻ പറയട്ടെ, നിന്നെ ഒറ്റയ്ക്ക് ഇട്ടുപിടിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ദൈവത്തിന് നിന്നെ ഒറ്റയ്ക്ക് കയ്യിൽ കെട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സമയം ഉണ്ട്. ദൈവം നമ്മുടെ എല്ലാ കരച്ചിലും കേൾക്കും. നമ്മുടെ ദീർഘശ്വാസം പോലും അവന് മനസ്സിലാകും. യേശുക്രിസ്തു ജീവിച്ചതും യേശുക്രിസ്തു മരിച്ചതും കുഞ്ഞെ, ഞാൻ പറയട്ടെ, നിൻ്റെ സ്ട്രഗിൾസിൻ്റെയും സോറോസിൻ്റെയും മധ്യത്തിൽ നിൻ്റെ അടുത്ത് കടന്നു വന്ന് നിന്നെ മീറ്റ് ചെയ്യാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചില ദിവസം നിങ്ങൾക്ക് തോന്നും, ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് സന്തോഷത്തോടെയാണല്ലോ എന്ന്. എന്നാൽ ചില ദിവസം വളരെ ക്ഷീണിതയല്ലേ? ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്ന ജീവിതങ്ങളെ, ആത്മാവിനാൽ നിറയപ്പെട്ടിരിക്കുമ്പോൾ ദൈവത്തിന് നന്ദി കരയേറ്റുവാൻ നാം മറന്നുപോയിട്ടുണ്ടോ? എന്നാൽ നമുക്ക് ഒരിക്കലും ആത്മാവിൻ്റെ ആ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ വളരെ ദുഃഖത്തിലാണ്ടുപോകുന്ന സമയങ്ങളും നമ്മുടെ ജീവിതത്തിലില്ലേ? അനേക സമയങ്ങളിൽ അവൻ നമ്മോട് സംസാരിക്കുന്നത് ചെറിയ മന്ദസ്വരമായിട്ടാണ്. അല്ലാതെ വലിയൊരു തീയുടെ ശബ്ദത്തിലോ അല്ലെങ്കിൽ ഭൂകമ്പത്തിൻ്റെ ശബ്ദത്തിലോ ഒന്നുമായിരിക്കത്തില്ല. എന്നാൽ ഒരു മന്ദമരുതനെ പോലെ ഒരു ചെറിയ വിഷ്പറായിട്ട് വളരെ സ്പെസിഫിക്കായിട്ട് നമ്മോട് സംസാരിക്കുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് നമ്മെ ചേർത്ത് പിടിക്കുന്നവനാണ്. അപ്പോൾ കർത്താവ് നമ്മുടെ അടുത്ത് വന്ന് നാം സാന്നിധ്യം അനുഭവിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഹോൾഡ് ടൈറ്റ് ടു ദോസ് ഹഷ്ഡ് മൊമെൻറ്റ്സ് ഓഫ് ഇൻറ്റിമസി വിത്ത് ഹിം. അവൻ നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിൽ ആഴത്തിൽ പറയട്ടെ. നിൻ്റെ ക്ഷീണിച്ചിരിക്കുന്ന പ്രാണന് എന്താണ് ആവശ്യമെന്ന് നോക്കി നിൻ്റെ കണ്ണും കാതും
ചെവിയും ഒക്കെ തുറന്നിരുന്ന് വളരെ പ്രതീക്ഷയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. അവൻ നമ്മോട് സംസാരിക്കും. നമ്മുടെ ജീവിതത്തിൽ അവൻ്റെ സാന്നിധ്യം ഓരോ ദിവസവും ഡെയിലി സയൻസ് തന്ന് അവൻ നമ്മെ കാണിക്കും. അപ്പോൾ എത്ര ജയകരമായൊരു ജീവിതം നമുക്ക് നയിക്കാൻ പറ്റുമെന്ന് അറിയാമോ? ദൈവം അതിന് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. 1 യോഹന്നാൻ 3:1, 1 John chapter 3 verse 1. ആ വാക്യം ഇങ്ങനെ പറയുന്നു: കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രൈസ് ഗോഡ്. ചിലപ്പോൾ ഒരു കൊച്ചുകുട്ടി വേദനിക്കുന്ന പോലെ നാം മുറിവേറ്റ് വേദനിക്കുന്ന, നമ്മുടെ ഹൃദയം മുറിവേറ്റ് വേദനിക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ? നമ്മൾ ചെറിയ പ്രായത്തിലൊക്കെ അങ്ങനെ വരുമ്പോൾ നാം നമ്മുടെ പേരൻസിനെ അഭയം ചൊല്ലും, അല്ലേ? ചിലപ്പോൾ രാത്രിയുടെ മധ്യത്തിലാകാം എഴുന്നേറ്റ് നമ്മൾ പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ ഓടി അമ്മയുടെ അടുത്ത് പോകും. എന്നാൽ അവർക്ക് പോലും ഫിക്സ് ചെയ്യാൻ പറ്റാത്ത ചില സംഗതികൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഉള്ളിലറിയാം ഏറ്റവും സേഫായിട്ടുള്ള പ്ലേസ് എന്ന് പറയുന്നത് ദൈവസന്നിധിയാണെന്ന്. ഞാൻ പറയട്ടെ, നിനക്കങ്ങനെ തോന്നിയാലും തോന്നിയില്ലെങ്കിലും നിൻ്റെ ജീവിതത്തിൽ നീ വേദന അനുഭവിച്ച സന്ദർഭങ്ങളുണ്ടല്ലോ. ആ സന്ദർഭങ്ങളിൽ യേശു കർത്താവ് നിൻ്റെ അടുത്ത് വരാനും ഇരിക്കാനും നിന്നെ ആശ്വസിപ്പിക്കാനും ആഗ്രഹിക്കുന്നുണ്ട്. നീ അവൻ്റെ ചൈൽഡാണ്. ഹി വോണ്ട്സ് യു ടു സ്പ്രിങ് ടു ഹിം. അത് ദൈവമക്കളുടെ ജീവിതത്തിൽ കാണേണ്ട ഒരു കാര്യമാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു വളരെ സ്പെസിഫിക്കായിട്ട്. എന്തിനാ? അവൻ്റെ പുത്രനോ പുത്രിയോ ആയിരിക്കാൻ. കാരണം അവൻ ഈ ലോകത്തിൻ്റെ രാജാവാണ്. നമ്മൾ ആ രാജാവിൻ്റെ മക്കളാകുമ്പോൾ നമ്മൾ പലതിനും അവകാശികളല്ലേ? അവകാശികളും കൂട്ടവകാശികളുമാണ് ദൈവവൈതലേ. യെശയ്യാ പ്രവചനം 41 അധ്യായം അതിൻ്റെ 10 വാക്യം ഇങ്ങനെ പറയുന്നു. ഐസയ ചാപ്റ്റർ 41 വേഴ്സ് 10 ഇങ്ങനെ പറയുന്നു: ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. എത്ര പൊട്ടിത്തകർന്ന വിഷയമാണെങ്കിലും അതിനെ ഫിക്സ് ചെയ്യാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. കുഞ്ഞെ, ഇന്ന് നീ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന ട്രബിള് എന്തുവാ? നിനക്ക് കയറിയിരിക്കാൻ പറ്റുന്ന ഏറ്റവും സേഫായിട്ടുള്ള ഒരു സ്ഥലമെന്ന് പറയുന്നത് യേശുവിൻ്റെ മടിയാണ്. ഹല്ലേലൂയ. ആ സേഫ് ലാപ്പിൽ കയറി അവനെ ക്ലിങ് ഓൺ ചെയ്ത് നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും സമാധാനവും ഒക്കെ പ്രാപിച്ചെടുത്ത് വളരെ കംഫർട്ടായിട്ട് ഇരിപ്പാൻ്റെ കൊണം ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ കയ്യിലേക്ക് നമുക്ക് വീഴാം. വെൽ ടു ഹിം, റെസ്റ്റ് വിത്ത് ഹിം, ഹീസ് ഓൾവേസ് എ സേഫ് പ്ലേസ്. ഇത്രയും ഒരു സേഫ് പ്ലേസ് നമുക്കില്ലാതിരിക്കുമ്പോൾ കർത്താവ് നമുക്കത് അനുഭവിപ്പാൻ തന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാമേ. ഒരു വാക്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. 1 കൊരിന്ത്യർ 15 അധ്യായം അതിൻ്റെ 42, 43, 44 വാക്യങ്ങൾ. 1 Corinthians chapter 15 verses 42, 43 and 44. മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരവും വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവും ഉണ്ട്. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കിങ്ഡം ഡിഫൈൻഡ് ബൈ സാക്രിഫൈസ്. സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ ഡെത്ത് അതിനകത്ത് ഇൻവോൾവ്. അതുകൊണ്ട്
നമ്മൾ ഓരോ കാലഘട്ടത്തിലും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ പേഴ്സണലായിട്ട് നമ്മളോട് ഇടപെടുന്ന ദിവസങ്ങൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ ഓർമ്മ വരും അല്ലേ? ആ ഓർമ്മ നമ്മെ ദൈവമഹത്വം കാണുവാൻ അനുവദിക്കുന്നതാണ്. ദൈവത്തിൽ എന്തെങ്കിലും ഡിസ്ട്രസ്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പെയിൻ വരുമ്പോൾ നമ്മൾ ദൈവത്തെ ഒരിക്കലും അവിശ്വസിക്കാനല്ല, പൂർണ്ണമായിട്ടും ആശ്രയിപ്പാൻ്റെ ഗുണം നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ കഴിയണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവെ, നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ മാത്രം പോഴുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിനക്ക് വേണ്ടി എഴുന്നേറ്റ് ശോഭിപ്പാൻ്റെ ഗുണം സാക്ഷികളായി നിൽപ്പാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടനാൽ സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.